പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഇന്ന് ഈ പകൽക്കാലത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. കർത്താവ് നമ്മളെ അത്ഭുതകരമായി വഴി നടത്തുന്നു. യേശുവിൻ്റെ പിന്നാലെ ആരൊക്കെ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടോ അവരെ ഒന്നും കർത്താവ് ലജ്ജിപ്പിച്ച ഒരു ചരിത്രമില്ല. കർത്താവിൻ്റെ പിറകെ ഇറങ്ങിത്തിരിച്ചവരെ ഓരോരുത്തരെയും കർത്താവ് അത്ഭുതകരമായിട്ട് വഴി നടത്തിയിട്ടുണ്ട്. എത്ര വലിയ പ്രതികൂലങ്ങളാണെങ്കിലും പ്രതിസന്ധികളാണെങ്കിലും കർത്താവ് നമ്മളെ ഓരോ പകലിലും വിശ്വസ്തയോടുകൂടി വഴി നടത്തുന്നു. കർത്താവിൻ്റെ തിരുവചനം ഇപ്രകാരം പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിക്കുവാൻ ദൈവം അനുവദിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ആരൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ, കർത്താവിൻ്റെ മുഖത്തേക്ക് ആരൊക്കെ നോക്കിയിട്ടുണ്ടോ അവരെ ഒന്നും കർത്താവ് ലജ്ജിപ്പിച്ചിട്ടില്ല. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് പലവിധ പ്രതിസന്ധികൾ കാണും, പലവിധ പ്രതികൂലങ്ങൾ കാണും, പലവിധമായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് മുന്നിൽ ചോദ്യചിഹ്നം പോലെ നിൽക്കുന്നതായി കാണും. എങ്കിലും കർത്താവ് നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, കർത്താവ് നമ്മളെ കൈവിടുന്ന ദൈവമല്ല. കർത്താവ് നമ്മളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് സങ്കീർത്തനത്തിൻ്റെ അകത്ത് നമുക്ക് ഹല്ലേലൂയ 31-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ അവസാന വാക്യത്തിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇടിഞ്ഞു കിടക്കുന്ന ചില മേഖലയ്ക്കകത്ത് ധൈര്യം പകരുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്ന കർത്താവിൻ്റെ തിരുവചനത്തിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ പ്രത്യാശയുള്ളൊരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യാശയുള്ള ഈ ജീവിതം, നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ കർത്താവ് നമ്മളെ ചേർക്കുവാൻ വീണ്ടും വേഗത്തിൽ കടന്നു വരും എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആ സമയം ഏറ്റവും ആസന്നമായിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ വിവിധ കാര്യങ്ങൾ നമ്മളെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ്റെ വരവ് ഏറ്റവും ആസന്നമായിക്കൊണ്ടിരിക്കുന്നു. അതിനായി ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ഒരുങ്ങിയോ? അവൻ ഈ നിമിഷം വന്നാൽ ഞാനും നിങ്ങളും ഒരുക്കമുള്ളവരായിട്ടാണോ ഇരിക്കുന്നത്? ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ അകത്ത് കൽപ്പനകൾ പ്രമാണിച്ച്, കർത്താവിനെ ആരാധിച്ച്, കർത്താവിനെ ഹല്ലേലൂയ ധ്യാനിച്ച്, കർത്താവിനെ പ്രാർത്ഥിച്ച്, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്ന ആരെയും കർത്താവ് തള്ളിക്കളയത്തില്ല. യേശു കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ കൽപ്പന, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ സ്നേഹിതനെ സ്നേഹിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതിൽ പരം വലിയ കൽപ്പനയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം സ്നേഹമാകുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മൾ എത്രയൊക്കെ കൈയടിച്ചെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ അന്യഭാഷകൾ പറഞ്ഞെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തമ്മിൽ സ്നേഹിക്കുന്നവരായി മാറണം. തമ്മിൽ നമ്മൾ ഹല്ലേലൂയ ബന്ധങ്ങളുള്ളവരായി മാറണം. ഹല്ലേലൂയ നമ്മൾ ഇന്ന് ഹല്ലേലൂയ സ്വയത്തിൽ മാത്രം ചിന്തിക്കുന്നവരായി വിശ്വാസികൾ ഹല്ലേലൂയ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഹല്ലേലൂയ നിന്റെ കൂട്ട് സഹോദരന് മുട്ടുള്ളപ്പോൾ അവനെ താങ്ങുവാൻ കഴിവുള്ളവനായിരിക്കണം ഹല്ലേലൂയ ഒരു സഹവിശ്വാസി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ വിശ്വാസ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പ്രിയ ദൈവമക്കളെ, ഇതെല്ലാം കടന്നു വരുന്നത് നമ്മളെ ഓരോ ശോധനയിലൂടെ കർത്താവ് കടത്തി വിടുന്നതാണ്. ആ കടത്തി വിടുന്നത് നമ്മൾ തീർന്നു പോകാനല്ല. പലപ്പോഴും ഹല്ലേലൂയ പല സാഹചര്യങ്ങളും നോക്കി നമ്മൾ പറയും നമ്മളിവിടെ തീർന്നു പോയി, നമ്മളിവിടെ ഹല്ലേലൂയ കഴിഞ്ഞുപോയി എന്നെല്ലാം നമ്മൾ പറയുമ്പോഴും ഹല്ലേലൂയ ഇതിനങ്ങേപ്പുറം കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഞാനൊരു കാര്യം പറയട്ടെ. ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 6-7 വാക്യത്തിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുകയത്രേ വേണ്ടുന്നത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുമെന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ എന്തുകൊണ്ടാണ് നമുക്ക് വിചാരങ്ങൾ കടന്നു വരുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചു നിൽക്കുന്ന ദൈവവൈതങ്ങളാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ തിരുവചനത്തിൻ്റെ അകത്ത് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ വിചാരപ്പെടരുത്.
നിങ്ങൾ വിചാരപ്പെടരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ തിരുവചനം ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിൻ്റെതായിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ വായിച്ച ഈ വചനവും ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവം പറയുകയാണ്, നിങ്ങൾ വിചാരപ്പെടരുത്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് അഭിഷേകം പ്രാപിച്ച് നിൽക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, നിങ്ങൾ വിചാരപ്പെടരുത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിചാരം കടന്നു വരുന്നത്? നിങ്ങൾക്ക് നിങ്ങളെ വിളിച്ച ദൈവത്തിൽ വിശ്വാസം കുറയുമ്പോഴാണ് നിങ്ങൾക്ക് വിചാരം കടന്നു വരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ തിരുവചനം ഓരോ പകലിലും നമ്മൾ വായിക്കുന്നവരായി മാറണം, ഓരോ പകലിലും ധ്യാനിക്കുന്നവരായി മാറണം, അതിനുവേണ്ടി നമ്മൾ വില കൊടുക്കുന്നവരായി മാറണം. ഈ ബൈബിളിന്റെ അകത്ത്, തിരുവചനങ്ങൾക്കകത്ത് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം ഈ ഭൂമിയിൽ തന്നെ അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരായിരിക്കാൻ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കുമെന്ന് ദൈവത്തിന്റെ തിരുവചനത്തിൽ നമുക്കുടനീളം കാണുവാൻ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭാരത്തോടെയാണോ, നിങ്ങൾ പ്രയാസത്തോടെയാണോ, നിങ്ങൾ ബുദ്ധിമുട്ടിലൂടെയാണോ കടന്നു പോകുന്നത്? ഹല്ലേലൂയ. എന്നെ വിടുവിച്ച ദൈവം നിങ്ങളെയും വിടുവിക്കും, എന്നെ താങ്ങിയ ദൈവം നിങ്ങളെയും താങ്ങും, എന്നെ കരുതിയ ദൈവം നിങ്ങളെയും കരുതും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഏത് വിഷയത്തിന്റെ അകത്ത് ഭാരപ്പെടുന്നു, ഇന്ന് ഈ പകൽക്കാലത്തിൽ ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം. നിങ്ങൾ വിചാരപ്പെടുന്നവരായി മാറില്ല, നിങ്ങൾ വിശ്വാസത്തിൽ വർദ്ധിക്കുന്നവരായി മാറണം, നിങ്ങൾ വിശ്വാസത്തിൽ അടിയുറയ്ക്കുന്നവരായി മാറണം. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്ത് പറയുന്നത് പോലെ, ഹല്ലേലൂയ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മുടെ കർത്താവിന് ഇഷ്ടമുള്ള കാര്യമല്ല. അവിശ്വാസം നമ്മളിൽ നിന്നും ഹല്ലേലൂയ മാറിപ്പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസി എന്നുള്ള ഒരു ലേബലിൽ നടക്കുവാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്, അതിലൊക്കെ ഉപരി വിശ്വാസം പിടിച്ചെടുക്കുന്നവരായി വളരുവാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയവുമാണ്. വീണ്ടും മടങ്ങി വരാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും നിങ്ങൾ പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുക എത്ര വേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സ്തോത്രത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചേ. രോഗമാണോ? കർത്താവിന്റെ അടിപ്പിണർ നിങ്ങൾക്കുണ്ട്. കടബാധ്യതയാണോ? എന്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു നൽകുമെന്ന് ദൈവത്തിന്റെ തിരുവചനത്തിന്റെ അകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ വചനം അയച്ച് കർത്താവ് നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എത്ര വലിയ സാഹചര്യങ്ങൾ നിനക്ക് മുമ്പിലുണ്ടെന്ന് വന്നാലും, എത്ര വലിയ ആർത്തിരമ്പുന്ന ചെങ്കടലുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ വടിയൊന്ന് നീട്ടുവാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് ചില കാറ്റുകളെ അടുപ്പിക്കും. കർത്താവ് ചില കാറ്റുകളെ അടുപ്പിച്ചാൽ, ഹല്ലേലൂയ, കടലുകൾ രണ്ടായി മാറും. ഹല്ലേലൂയ. അതിന്റെ അകത്ത് ഉണങ്ങിയ നിലത്തിന്റെ അകത്തൂടെ നമ്മൾ കടന്നു പോകുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് തിരുവചനം നമുക്ക് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ ആ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എത്ര വലിയ വൻമതിലുകൾ നമുക്ക് മുമ്പ് ഉയർന്നു നിന്നെന്ന് പറഞ്ഞാലും, എത്ര വലിയ ഹല്ലേലൂയ സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമാണെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ടോ? കർത്താവ് നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, ഹല്ലേലൂയ, ആ പ്രതിസന്ധിയാകുന്ന മതിലിനെ ചാടിക്കടക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അഭിഷേകം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ കർത്താവ് പകരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേട്ട പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, വീണ്ടും ഞാൻ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ തിരുവചനം നമ്മൾ വായിച്ചു തുടങ്ങിയത്, യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതുകൊണ്ട് ചുറ്റുമുള്ളതിനെ ഒന്നും നോക്കല്ല. ഹല്ലേലൂയ. മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർണ്ണ സ്ഥിരതയോടെ ഓടുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ഈ ഹല്ലേലൂയ ഇത്ര നേരം എന്നെ ശ്രവിച്ച ഓരോ ദൈവമക്കൾക്കും, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആദ്യമായിട്ടുണ്ടെങ്കിൽ അവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ മിനിസ്ട്രിയിലൂടെ കർത്താവ് ഇങ്ങനെ ഒരു സാഹചര്യത്തെ ഒരുക്കി തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ആമേൻ. 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 ഗോഡ് ബ്ലെസ് യു ഓൾ.